1950 കൊറിയൻ യുദ്ധമെല്ലാം നമുക്കറിയാവുന്നതാണ്. വേൾഡ് വാറിന് ശേഷം കൊറിയ രണ്ടായി പിരിഞ്ഞു. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയുമായി. അതിനുശേഷം ഉത്തര കൊറിയ റഷ്യയുടെ പിന്തുണയോടുകൂടി ദക്ഷിണ കൊറിയ ആക്രമിക്കുന്നു. ദക്ഷിണ കൊറിയ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഉത്തര കൊറിയയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഉത്തര കൊറിയ അതിൽ വലിയ പരാജയം നേരിടുന്നു. ഒരുപാട് ആൾക്കാർ മരിച്ചു. ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാർ മരിച്ചു എന്നുള്ളതാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. അപ്പോൾ നമുക്കിതെല്ലാം അറിയാം. എങ്കിലും അവർ തമ്മിൽ അന്ന് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ സാങ്കേതികമായി ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതും വിചാരിക്കുന്നതും. കാരണം ഇവർ തമ്മിൽ യുദ്ധം നിർത്തി എന്നൊരു ഉടമ്പടി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ യുദ്ധം ചെയ്യുന്നുമില്ല. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ സാങ്കേതികമായി രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിലുമാണ്. ഇതാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല കാര്യങ്ങളും, അതായത് ചെറിയൊരു പ്രകോപനം പോലും ഈ യുദ്ധത്തിൻ്റെ ഒരു പുനർസൃഷ്ടി ഉണ്ടാക്കുമോ എന്നുള്ള വലിയൊരു ഭയം ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട്. ഇപ്പോഴിതാ ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള തർക്കമുള്ള സമുദ്രാതിർത്തി ലംഘിച്ചാണ് ഈ ആൾക്കാർ ഈ ഉത്തര കൊറിയൻ കപ്പൽ അകത്തേക്ക് വന്നത്. ഇപ്പോഴിതാ ഒരു ഉത്തര കൊറിയൻ വ്യാപാര കപ്പൽ തർക്കമുള്ള ഈ പടിഞ്ഞാറൻ സമുദ്രാതിർത്തി കടന്നു കഴിഞ്ഞാൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്കും വെടിവെപ്പുകൾക്കും ശേഷം ആ കപ്പലിനെ തിരിച്ചയച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയ എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതായത് ഒരു ഉത്തര കൊറിയൻ കപ്പൽ ദക്ഷിണ കൊറിയൻ അതിർത്തിയിലേക്ക് കയറുന്നു. അതുകൊണ്ട് തന്നെ ഈ ദക്ഷിണ കൊറിയ എന്ത് ചെയ്യുന്നു? ഈ കപ്പലിനെ വെടിവെച്ച് തിരിച്ചയക്കുന്നു എന്നുള്ളതാണ്. പൊടുന്നനെ വെടിവെടുത്ത് തിരിച്ചയക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കമുള്ള പടിഞ്ഞാറൻ സമുദ്രാതിർത്തി കടന്ന ഉത്തര കൊറിയൻ വ്യാപാര കപ്പലിനെ തുരത്താൻ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ദക്ഷിണ കൊറിയൻ സൈന്യം മുന്നറിയിപ്പ് വെടിയുതിർത്തത്. ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ അഭിപ്രായത്തിൽ ബാങ്നിയോങ് ദ്വീപിന് സമീപം പുലർച്ചെ 5 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. സൈന്യം ആദ്യം ഓഡിയോ സന്ദേശം വഴി കപ്പലിന് മുന്നറിയിപ്പ് നൽകുകയും പിന്നീട് മുന്നറിയിപ്പ് വെടിയുതിർക്കുകയും ചെയ്തു. ഇത് ഉടൻ തന്നെ കപ്പലിനെ തിരികെ പോകാൻ പ്രേരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. എന്തായിരുന്നാലും ദക്ഷിണ കൊറിയ തങ്ങളുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കാൻ പൂർണ്ണമായും സജ്ജരാണ് എന്ന് കാണിക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു അവിടെ നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വടക്കൻ പരിധി രേഖ എന്ന് പറഞ്ഞൊരു രേഖയുണ്ട്. ഈ രേഖയാണ് ഈ തർക്കത്തിന് ഉറവിടമെന്ന് പറയുന്നത്. ഇത് ചരിത്രപരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്തായിരുന്നാലും ഇവർ തമ്മിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരസാതെ നോക്കേണ്ടത് ലോകരാജ്യങ്ങളുടെ തന്നെ ഒരു ഡ്യൂട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.